കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഒരു BLDC ഫാനിൻ്റെ ഫുൾ പാർട്സുകൾ പരിചയപ്പെട്ടു. അത് കാണാത്തവർ ഏറ്റവും പെട്ടെന്ന് ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള വീഡിയോ ഒന്ന് കാണുക. കണ്ടിട്ട് ശേഷം ഈ ഒരു വീഡിയോ കാണാവൂ. കാരണം ഇവിടെ BLDC ഫാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഡെമോൺസ്ട്രേഷൻ. BLDC ഒരുപാട് പവർ ലാഭമാണ്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ ഒന്നുകൂടി ഞാൻ കാണിക്കുകയാണ്. ഇതാ ഇപ്പോൾ നേരെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, വളരെ കുറച്ച് വോൾട്ടേജ് ഇപ്പോൾ കൊടുത്തുള്ള 150 വോൾട്ടിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. ഉണ്ടല്ലോ, 150 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കൂട്ടാൻ ഞാൻ ഇവിടെ ഒരു റെഗുലേറ്റർ വെച്ചിരിക്കുകയാണ്. കൂട്ടി അപ്പോഴും അതേ സ്പീഡ് തന്നെയാണ്, 213 അതേ സ്പീഡാണ്. ഇനി എത്ര വാട്ട്സ് എടുക്കണമെന്ന് ഇവിടെ നോക്കിക്കോളൂ. ഞാൻ ലോഡിപ്പോൾ അതേ വളരെ ചെറിയ വാട്ട്സേ ഉള്ളൂ, 3 കാരണം ലീഫില്ലാതെ പ്രവർത്തിപ്പിക്കണം. ഇനി ലീഫിന് പകരം ഞാൻ വെറുതെ ഒരു ഇങ്ങനെ കൊടുക്കണം. ഇത്രണ്ട് 20-25 വാട്ട് ഇതിലേക്ക് വരും. ഇതപ്പോൾ ലോഡ് കൊടുത്തു, ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം പ്രസ് ചെയ്താൽ എത്ര വരും എന്നൊക്കെയാണ് ഇത് പരിശോധിക്കുന്നത്. ഉണ്ടോ, ഓവർ പ്രസ് ചെയ്തു. ഞാൻ ഓവർ പ്രസ് ചെയ്തപ്പോൾ കട്ട് ഓഫ് ആയി. കാരണം ഓട്ടോമാറ്റിക് ബ്രേക്കൊക്കെ ഉണ്ട് ഇതിന്, ഓവർലോഡ് ബ്രേക്കൊക്കെ ഉണ്ട്. ഒരു പ്രശ്നവുമില്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് ഒരു ലോഡൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചില ഫാനുകളൊക്കെ ടെസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഇനി മെയിൻ നമുക്ക് മറ്റു ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ BLDC ഫാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് എല്ലാ പാർട്സും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഈ 2 ബോർഡും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓരോ ബോർഡും എങ്ങനെ നമുക്ക് പരിശോധിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടി ഒരു ടെസ്റ്റിംഗ് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു ടെസ്റ്റിംഗ്. ഇതിലെന്താണ് ഉള്ളത് പാർട്സൊക്കെ ഞാൻ പരിചയപ്പെടുത്തി സർക്യൂട്ട് ഇതിൻ്റെ അവസാനം ഇട്ട് തരാം, നിങ്ങൾ കാണണം. ആദ്യം ഞാനൊരു കാര്യം ചെയ്യണം, ഈ ബോർഡാണ് പരിശോധിക്കേണ്ടത്. കോയിൽ നമുക്ക് പിന്നെ പരിശോധിക്കാം. ഫസ്റ്റ് ടെസ്റ്റ് ബോർഡ് നോക്കാം. ഈ ബോർഡ് ടെസ്റ്റ് ഇതാണ് ഏറ്റവും പ്രധാനം. യെസ്, ആ 3 പിന്നുകൾ ഞാൻ ഇതിലേക്ക് കൊടുത്തു. ഇതുണ്ടാക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്തും കേട്ടോ. ഇതിലേക്ക് കൊടുത്തു. യെസ്, ആ 3 പിന്നിന് പകരം ഞാൻ അതവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് പവർ കൊടുക്കണം. ഇതിലേക്ക് 220 കൊടുക്കണം. ഇത്തരം ടെസ്റ്റിങ്ങൾ കറണ്ടിലൊക്കെ കൊടുക്കുമ്പോൾ ആരും തനിച്ച് ചെയ്യാണ്ടിരിക്കുക. ഒരാരെങ്കിലൊക്കെ ഒരുമിച്ച് ഒപ്പം വേണം കേട്ടോ. ഒന്ന് ഹെൽപ്പിനൊക്കെ വേണം. 2 വയറ് ഇവിടെ വെച്ചു. ഈ വയറ് കോയിലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ഇത് സത്യത്തിൽ BLDCയിലെ 2 ബോർഡാണ്. കഴിഞ്ഞതിൽ ഞാനതൊക്കെ പറയുന്നുണ്ട്. 2 പാർട്ടാണ്. ഇത് പവർ സപ്ലൈ, ഇത് BLDC ഡ്രൈവർ. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോണത് BLDC ഡ്രൈവർ ഓക്കെ ആണോ എന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ കോയിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഉണ്ടോ. കോയിലൊന്നുമില്ല, അത് ആ ബോർഡ് മാത്രം പുറത്തേക്ക് എടുത്തത് കണ്ടോ. അപ്പോൾ ആ പവർ മാത്രം അവിടെ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കിയോളി, കോയിലിന് പകരം കോയിലിന് പകരം ഞാൻ ഈ ഒരു ബോക്സാണ് വെച്ചിട്ടുള്ളത്. ഒരു ബോക്സും 3 ഇൻഡിക്കേറ്ററുമാണ് വെച്ചിട്ടുള്ളത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ സർക്യൂട്ട് നിങ്ങൾ മനസ്സിലാക്കി തരും. ഉണ്ടോ, വളരെ ഡീസൻ്റായിട്ടത് വർക്ക് ചെയ്യുന്നുണ്ട്. ബോർഡ് ഓക്കെയാണ്, കറക്റ്റ് നല്ല റണ്ണിങ് പോലെ തിരിയണത്. വളരെ ഫാസ്റ്റായിട്ട് തിരിയുന്നതുകൊണ്ടാണ് അതിങ്ങനെ ഓൺ ഓഫായി കളിക്കുന്നത്. ലൈറ്റ് ഓഫ് ആക്കുക, എന്തോ സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യും. ഇനി റിമോട്ടിൽ നമുക്ക് അതിനെ ഓഫാക്കി ഓണാക്കി ഉണ്ടോ, സ്റ്റാർട്ടിങ് സ്ലോയിൽ ആക്കി. ഇനി നമുക്ക് ഇതിൻ്റെ വേഗത കൂട്ടാം. നമുക്ക് അറിയില്ല അതിൻ്റെ വേഗത കൂടിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, സ്ലോ ആക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കോയിലില്ലാതെ ആ ബോർഡ് സെപ്പറേറ്റ് അല്ലാതെ ഒരിക്കലും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൾട്ടിമീറ്റർ വെച്ച് നോക്കിയിട്ടൊന്നും ഇത് വേണ്ടത്ര മനസ്സിലാവില്ല. ഈ ബോർഡ് കംപ്ലീറ്റ് SMD കമ്പോണൻസ് ആണ്. ഇതൊക്കെ മൾട്ടി ലെയർ PCB ആണിത്. ഇത് ഒരു മെഷീൻ മെയ്ഡാണിത്. ഈ ഒരു ബോർഡ് സത്യത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ഇത് പൂർണ്ണമായും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കും നിങ്ങൾ. ഈ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ സർവീസ് സെൻറ്ററിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ബോർഡ് സെപ്പറേറ്റ് പരിശോധിക്കാം. മറ്റത് കംപ്ലൈൻ്റ് ആയ ഒരു ഫാനിനെ നമുക്ക് ഇങ്ങനെ പരിശോധിക്കാൻ വളരെ പ്രയാസമല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു ജിഗുകൾ നിങ്ങൾ ഉണ്ടാക്കണം. ഞാനിപ്പോൾ പഴയ 1-2 കണക്ടർ ഒരു UPS പറിച്ചെടുത്ത് ഉണ്ടാക്കിയതാണത്. ഇത് പൊളാരിറ്റി മാറുക അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോന്ന് മാറിപ്പോയ ഒരു പ്രശ്നവുമില്ല. ഇതാ കോയിലിലേക്കുള്ള കണക്ഷനാണ്, ഒരു പ്രശ്നവുമില്ല. തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കാം. ഇതിൽ ബാറ്ററിയോ കാര്യമൊന്നുമില്ല. ഇനി ചെയ്യാൻ പോണത്
ഈ കോയിലിൻ്റെ പ്രവർത്തനമാണ് എങ്ങനെയാണ് പരിശോധിക്കുക നോക്കാം. നേരെ മറിച്ച് അഥവാ ഈ സാധനം അല്ലേ, ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഈ കോയിൽ ഓക്കെ ആണോ മാഗ്നറ്റ് ഓക്കെ ആണോ എന്നുള്ളതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിന് പവറൊന്നും വേണമെന്നില്ല, പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. പവറൊക്കെ ഞാൻ ഡിസ്കണക്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയിരുന്നു ഈ കോയിലിൽ ബ്രേക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റ് വഴി ഇതിൽ നിന്ന് ഈ കോയിലിലൂടെ പവർ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഇനി പരിശോധിക്കുന്നത്. അഥവാ നമുക്ക് ഈ ഒരു ഫാനിനെ ഒരു ചെറിയ മിനി ജനറേറ്റർ ആക്കാം, ഒരു മിനി ഡൈനാമോ ആക്കൽ എങ്ങനെയെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കോയിലും മാഗ്നറ്റും പെർഫോം ചെയ്യേണ്ട വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത്. നോക്കാം. അതിന് ഞാൻ ഇവിടെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാണ്. തൽക്കാലം അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യാണ്. നോക്കാം. ഈ ഒരു ബോർഡാണ്. ബോർഡിൽ എല്ലാം ഇല്ല. ഇത് മൂന്നുമാണ് ഇതിൻ്റെ കോയിൽ കണക്ഷൻ. അഥവാ ഈ കോയിലിൻ്റെ കണക്ഷൻ 3 വയറാണ്. ഈ 3 വയറ്. ആ 3 വയറിൽ ഒരു പവർ നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ BLDC ഡ്രൈവർ പരിശോധിക്കുന്ന അതേ മെഷീനിൽ ഞാൻ ഒരു 3 പിന്നും കൂടി അഡീഷണൽ വെച്ച് അതേ പാരലായിട്ട് ഇതിൻ്റെയൊക്കെ സർക്യൂട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ലാസ്റ്റ് ഉണ്ടാവും സർക്യൂട്ട് വരച്ച് കാണിച്ചു തരും. ഓക്കെ. പിന്നെ ഇനി കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽ സംശയം ചോദിക്കാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ലിങ്കും ഞാൻ താഴെ ഇടാം. അതിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ആയ ഓൺലൈൻ ടെലിഗ്രാം ക്ലാസ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ഈ പിന്നെ ഞാൻ നേരെ ഈ ബോർഡിലേക്കാണ് നേരത്തെ കൊടുത്ത് ബോർഡാണ് ടെസ്റ്റ് ചെയ്തത് അല്ലേ, BLDC ഡ്രൈവർ. ഇനി ചെക്ക് ചെയ്യാൻ പോണത് ഇതിൻ്റെ കോയിലും മാഗ്നറ്റും ഇതിന് പവർ വരുന്നുണ്ടോ എന്നുള്ളത്. അതൊരു ജനറേറ്ററായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ളതാണ് അടുത്ത് ചെയ്യാൻ പോണത്. ഈ 3 വയർ എങ്ങനെയും കൊടുക്കുക, തിരിഞ്ഞു മറിഞ്ഞൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം ഇനി ഈ ബോർഡിൻ്റെ ആവശ്യമില്ല, ഞാനിത് ഊരി വെക്കുകയാണ്. ബോർഡിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. അതിൻ്റെ പവർ സപ്ലൈ ഒന്നും ആവശ്യമില്ല. ഈ കോയിലിൻ്റെ കണക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതേ 3 ഈ കോയിലിൻ്റെ കണക്ഷനാണ്. ഇതാണ് എടുത്തു. ഇനി ഇതും ആവശ്യമില്ല, പവറും ഒഴിവാക്കുകയാണ്. AC കൊടുക്കുന്നില്ല. അതെ, AC പവറും ഒഴിവാക്കി. നോക്കിക്കോളൂ. എന്നിട്ട് ഇതിങ്ങനെ തിരിക്കുക. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ആ LED വളരെ സുഖമായി വർക്ക് ചെയ്യണം. കണ്ടോ, നോക്കിക്കോളി. യെസ്, ഇതുപോലെ LEDകൾ തിരിക്കുമ്പോൾ 3 LED കത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ കോയിൽ ഓക്കെയാണ്, ഇതിൻ്റെ വൈൻഡിങ് ഓക്കെയാണ്, മാഗ്നറ്റ് ഇതും കൂടി പ്രവർത്തിക്കുന്നുണ്ട്, എവിടെയും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോയിൽ ചെക്ക് ചെയ്യുക? അല്ല, മൾട്ടിമീറ്റർ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതല്ല നല്ലത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് രണ്ടിനും കോയിൽ ടെസ്റ്റ് ചെയ്യാനും BLDC ഡ്രൈവർ ടെസ്റ്റ് ചെയ്യാനും ഒരു ടെസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. ഇത് എങ്ങനെയാണത് ഇതിൻ്റെ ഉള്ളിലെ സർക്യൂട്ട് എന്നുള്ളത് വരച്ച് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഒരു ബോർഡ് മേടിച്ച് കൊണ്ടുവരുമ്പോൾ അത് ശരിയാണോ എന്ന്, ഇപ്പോൾ 2 ബോർഡും സെപ്പറേറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഇനി ഈ ബോർഡ് എങ്ങനെ പരിശോധിക്കുക? ഈ ബോർഡ് വളരെ ഈസി. ഈ ബോർഡ് പരിശോധിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊരു പവർ സപ്ലൈ ആണ്. ഇത് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ ഇതിന് ഔട്ട്പുട്ടിൽ ഉണ്ടാകും. വേറെ ഒരു പ്രശ്നം ഇതിനില്ല. ഇവിടെ 220 കൊടുക്കണം, ഇവിടെ നിങ്ങൾക്ക് DC ഔട്ട് ഉണ്ടോ നോക്കണം, വേറെ ഒന്നുമില്ല. അത് സാധാ ഒരു അഡാപ്റ്ററാണത്. ഈ ഒരു PCBക്ക് പകരം നിങ്ങൾക്കൊരു 12 വോൾട്ടിൻ്റെ ഏതെങ്കിലും ഒരു അഡാപ്റ്ററിൻ്റെ ഉള്ളിലെ PCB വെച്ചാലും നമ്മുടെ ഫാൻ വർക്ക് ചെയ്യും. ഒരിക്കലും നമ്മുടെ ഫാന് പാർട്സ് കിട്ടുന്നില്ല എന്ന കാരണം കൊണ്ട് ഇതവിടെ മുടങ്ങിക്കെടുക്കില്ല. 3000, 3500, 2800 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന BLDC ഫാൻ കേട് വന്നു, റിപ്പയറിങ്ങിന് ആളില്ല, അല്ലെങ്കിൽ എന്താ പറയുക സ്പെയർ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പരിഹരിക്കപ്പെടും. ഇങ്ങനെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട്. അപ്പം ഏതെങ്കിലും ഇലക്ട്രീഷ്യന്മാർക്കും അല്പം ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്കും നമുക്ക് ഈ ഫാനുകളൊക്കെ ഇതുപോലെ റിപ്പയർ ചെയ്യാൻ പറ്റും. കോയിലുകളൊന്നും അങ്ങനെ ഇങ്ങനെയും ബ്രേക്ക് ആവാറില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിനി എങ്ങനെയാണോ ഈ ഒരു ഫാന് ഈ ബോർഡ് ഇല്ലാതെ, ഇപ്പോൾ ഇതുവരെ നമ്മൾ ഈ ബോർഡോട് കൂടിയാണ് കണ്ടത്, ഈ ബോർഡ് ഇല്ലാതെ നമുക്കൊന്ന് പ്രവർത്തിപ്പിക്കാനാണ് അടുത്തത്. ഏത്? പവർ സപ്ലൈ വേണ്ട, അതിന് പകരം നമുക്കൊരു DC പവർ കൊടുക്കാൻ പോകണേ. ഇത് ഞാൻ ഊരിയെടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു ഇത് മാത്രം എടുക്കുകയാണ്. ഇവിടെ നിന്ന് അയച്ചെടുക്കാം. ഓക്കെ, പവർ സപ്ലൈ ഒഴിവാക്കി. ഇനി ഈ ഒരു ബോർഡ് മാത്രം മതി ഇത് വർക്ക് ചെയ്യിക്കാനും.
നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം. ഇതേ കണ്ടോ. ഓക്കെ, BLDCയുടെ അത് കൊടുത്തു. ഇനി പവർ സപ്ലൈ വെറും 12 വോൾട്ടിൽ ഞാനിത് ഓണാക്കാൻ പോവാണ്. ഓക്കെ, 12 വോൾട്ട് മാത്രം വെച്ചിട്ട് ഇത് ഓണാക്കാൻ പോകണം. നോക്കാം നമുക്ക്. അതിന് എൻ്റെ അടുത്തൊരു ചെറിയ ഒരു ബാറ്ററിയാണുള്ളത്. നോക്കാം, ഈ ഒരു ബാറ്ററിയിലാണിത് ഓണാക്കുന്നത്. പ്ലസും മൈനസും മാറരുത്. ഇത് പ്ലസ് മൈനസ് ഇപ്പം തിരിയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം അങ്ങനെ ആക്കട്ടെ. ഓക്കെ, എന്നിട്ട് വേണം ഞാൻ മേലേക്ക് പിടിക്കുകയാണ്. ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇട്ട് ഇതാ നോക്കൂ. ഞാൻ കയ്യിൽ പിടിച്ചിട്ട് തന്നെ ചെയ്യണത്. മറ്റേത് ഇതായിപ്പോൾ ക്ലിപ്പ് കൊണ്ട് ഫിറ്റ് ചെയ്യട്ടെ. വെറും 12 വോൾട്ടിലെ ഒരു ചെറിയ പവർ ബാങ്കിൻ്റെ ബാറ്ററിയിൽ 12 വോൾട്ട് ഉണ്ട്. 12 വോൾട്ടിൽ 4 സെല്ല് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഓടുന്നത്. ഇതാ നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടാം. നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ DC 12 വോൾട്ട് കൊടുത്തത് വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായി. അപ്പോൾ ടെക്നിക്കലായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഫാൻ കേട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡാണ് കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു 12 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായി. 12 വയ്ക്കേണ്ട 6 വോൾട്ടിൽ പോലും ഇതൊരു 7 വോൾട്ടിൽ വരെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള 24 വരെ, ഒരു 6, 7 മുതൽ ഒരു 24 വരെ സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യും. ഒരേ വേഗതയാണ്. അത്രയും നല്ല ഒരു പവർ സപ്ലൈ ആണ്. അത്രയും വേരിയേഷൻ ഉള്ള ഒരു പവർ സപ്ലൈ ആണിത്. പക്ഷേ പവർ ഇല്ലാതെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. BLDC ഡ്രൈവറിലേക്ക് നേരെ 12 വോൾട്ട് കൊടുത്തു. ഇനി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബാറ്ററിയിലാണെച്ചെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നേരം പുലരുന്ന വരെ നിങ്ങൾക്കിത് ഈ ഒരു ഒറ്റ ബാറ്ററി മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. BLDCൻ്റെ പ്രത്യേകതയാണിത്. ഇത് നേരെ കൊടുത്ത് അവിടെ വർക്ക് ചെയ്യും. കാരണം ഒരു 8 വാട്ട്സാണ് നമ്മൾക്ക് ഒരു ആവറേജ് സ്പീഡിൽ ഇട്ടാൽ. ഇനി 10 വാട്ട്സ് കൂട്ടിക്കോളി. 10 വാട്ട്സ് ഇതിനകത്ത് എത്ര വാട്ട്സ് ഉണ്ട്? ടോട്ടൽ 7 ആംപിയർ, 12 വോൾട്ട്. 7 ഗുണിക്കണം 12, 7 10 70, 7 2 14, 80 ചില്ല വാട്ട്സ്. ഒന്നും വേണ്ട, 70 വാട്ട് ഇതിൽ നിന്ന് കിട്ടും. നോട്ടിക്കോ, 70 വാട്ട്സ് ഇതിൽ നിന്ന് എന്തായാലും ഡിസ്ചാർജ് കിട്ടുമെങ്കിൽ 10 വാട്ട്സ് എടുത്താൽ 7 മണിക്കൂർ, ഒരു 6 മണിക്കൂറിൽ ആവറേജ് നമ്മൾ കിടന്നുറങ്ങാം. നേരം പുലരുന്ന വരെ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി കൊണ്ട് ഈ ഫാൻ കറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ടെക്നിക്കലായ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുക. അറിയാത്തവർ ഇതിൻ്റെ വയറൊക്കെ മാറി നിങ്ങൾ പ്രശ്നമാകും. പരിചയമുള്ളവർ മാത്രം ഈ പണിയൊക്കെ എടുക്കുക. ഞാനിത് പ്രത്യേകമായും ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ക്ലാസ് റൂമിൽ ഒരുപാട് ടെക്നിക്കൽ നോഹൗ ഉള്ള ആൾക്കാരുണ്ട്. നല്ല തിയറി ഉണ്ടാവും, പ്രാക്ടിക്കൽ അവർക്ക് കുറവായിരിക്കും. അവർ കൂടുതലും ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രാക്ടിക്കലായി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് തിയറികൾ വിളിച്ചു പറയുന്നതിനപ്പുറം ഇത് കാണിച്ചു കൊടുക്കുന്ന ഡെമോൺസ്ട്രേഷനാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതും അറിയാത്തവർക്ക് എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള നല്ല തിയറിയും പ്രാക്ടിക്കലുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ചാനലുണ്ട്. അവർക്കൊരു പക്ഷേ ഇതൊരു പുതുമാവില്ല. ഇത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയതിന് വീഡിയോസൊക്കെ നിങ്ങളൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എന്നോട് നേരിട്ട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഇത്തരം ഫാനിൻ്റെ ബോർഡുകളും അതേപോലെ പാർട്സുകളും ഒക്കെ നിങ്ങളുടെ ബ്രാൻഡിൽ ഒരു ഫാൻ നിർമ്മിച്ച് തരാൻ നിങ്ങൾക്ക് നിർമ്മിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു കമ്പനി തുടങ്ങണോ, ഞങ്ങൾ സഹായിക്കാം. അത് ഒക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി. ഞങ്ങൾ ബന്ധപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളെ ബന്ധപ്പെടും. ഈ ഒരു സാധനം ഉപയോഗിച്ചാണ് ഇപ്പം ഒരുപാട് കമ്പനികൾ ഫാൻ നിർമ്മിക്കുന്നത്. ഈ ബോർഡുകളൊക്കെ ഇന്ത്യയിൽ, കേരളത്തിൽ നിർമ്മിക്കുന്നതാണ് ഇതിൻ്റെ പവർ സപ്ലൈ. ഈ ബോർഡൊക്കെ നേരെ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതും തന്നെ ഇവിടെ നിർമ്മിക്കാൻ നോക്കുകയാണ്. കാരണം ഇതിൻ്റെ SMD കമ്പോണൻസ് ഒക്കെ വളരെ ചെറുതായതുകൊണ്ട് നല്ല മെഷീനൊക്കെ വേണം. പിന്നെ ഈ ക്വാളിറ്റിയിലായി വരാൻ, പിന്നെ കുറഞ്ഞ കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ബോർഡുകളാണ്. BLDC ടെക്നോളജി പഠിക്കാൻ വലിയൊരു അവസരം നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഏത് സാധാരണക്കാർക്കും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു BLDC ഫാൻ അസംബിൾ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു 1 ഡേ വർക്ക്ഷോപ്പ് കിൻഫ്ര കാക്കഞ്ചേരിയിലെ സോഫ്റ്റ്വെയർ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. താല്പര്യമുള്ളവർ ഇതിന്റെ തൊട്ട് താഴെയുള്ള നമ്പറിൽ വിളിച്ച് പേര് റിസർവ് ചെയ്യാം.
കിറ്റോട് കൂടിയുള്ള ട്രെയിനിങ്ങും തരാം, കിറ്റ് ഇല്ലാത്ത ട്രെയിനിങ്ങും തരാം. കിൻഫ്ര കാക്കഞ്ചേരിയിലെ സോഫ്റ്റ്വെയർ വർക്ക്ഷോപ്പിൽ ഞാനും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ നിന്ന് കണ്ടുമുട്ടാം. അപ്പൊ ഇനി ഇതിന്റെ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇതിന്റെ ഉള്ളിലത്തെ സർക്യൂട്ടാണ്. ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിളാണ്. ഇതിന്റെ സീക്രട്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഒന്നും ഇതിനകത്തില്ല. ഇത് കണ്ടോളി, ഒന്നുമില്ല. ഇത് കണ്ടോ, വളരെ ഈസിയായ 3 റെസിസ്റ്ററും 3 LED മാത്രമേ ഇതിനകത്തുള്ളൂ. അതെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഇത് ഞാൻ വരച്ചങ്ങ് കാണിക്കുക, നിങ്ങൾക്ക് നോക്കിക്കോളി. LED 1, LED 2, LED 3. LED സിമ്പിൾ ഇങ്ങനെയാണല്ലോ ചെയ്യല്ലേ, ഇവിടെ ഇങ്ങനെ ഓരോരോ ഇതുണ്ടാവും. ഇതാണ് LED. ഈ LED ഒക്കെ ഓരോന്നൊരു 3 വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് കേട്ടോ. 3 വോൾട്ടിൽ അത് വർക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന്, ഇതിൻ്റെ കോയിലിൻ്റെ ഔട്ട്പുട്ട് ചിലപ്പോൾ 24 വരെ വരാൻ സാധ്യതയുണ്ട്. ഇതാ ഈ കണക്ഷന് നേരെ അങ്ങനെ ഷോർട്ട് ചെയ്തു. ഇതാ ഇപ്പോൾ ഒരു സർക്കിളായി. ആ ഒരു സർക്കിളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു റൗണ്ടാണത്. വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു സർക്കിൾ. ഓക്കെ, ഇനി ഒരു കണക്ഷൻ ഇവിടെ നിന്ന് എടുത്തു, ഒരു കണക്ഷൻ ഇവിടെ നിന്ന് എടുത്തു, ഒരെണ്ണം ഇവിടെ നിന്ന് എടുത്തു. ഇതിൽ നേരിട്ട് കൊടുക്കരുത്, ഓരോരോ റെസിസ്റ്റർ. ഈ 3 റെസിസ്റ്ററാണ് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഔട്ടും ഇന്നും എടുക്കുന്നത്. രണ്ടും ഇന്നും ഔട്ടും ഇവിടുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 1K ഇട്ടോളൂ. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന LED ഏതാണെന്ന് ഇപ്പോൾ എനിക്ക് അറിയില്ല. ചെറുതൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തൊക്കെ ആണെങ്കിൽ ഒരു 470 ഒക്കെ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് വണ്ണുള്ള, ഒത്തിരി വാട്ട്സുള്ള LED ആണ്. വളരെ ചെറിയ ഈ റെഡ് അല്ലാത്ത വൈറ്റ് കളറിലെ കുഞ്ഞിതാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഉണക്കെ. ഇതിനാണെങ്കിൽ ഉണക്കെ കുഴപ്പമില്ല, എല്ലാവരും ഉണക്കെ മേടിച്ചിടാം. ഈ ഉണക്കയിൽ ഇന്ന് ഔട്ട് ഇതാണ്. ഇന്ന് ഔട്ട് സൂചിപ്പിച്ചാണ് ഇന്ന് ഔട്ട്, ഇന്ന് ഔട്ട്. ഇതൊക്കെ ഇന്നും ഔട്ടും ഒരേ വയറാണ് ഇവിടെ കേട്ടോ. അഥവാ ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 3 വയറുകൾ പിന്നെ BLDCയുടെ ഈ ബോർഡ് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്തു. അതും ഇത് തന്നെയാണ്. ഈ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ചെക്ക് ചെയ്തു. രണ്ടും ഇത് തന്നെയാണ്. അതുകൊണ്ട് വ്യത്യസ്ത 3 വയർ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. കൊടുക്കാൻ വേണ്ടിയിട്ട് 3 വയർ 2 ക്ലിപ്പുകൾ ആക്കി ഇട്ടുന്നേ ഉള്ളൂ. സംഭവം ഇതാണ്. ഇത് നിങ്ങൾ പെട്ടിയിലാക്കി ഒരു ടെസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങളിത് ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ ഇതൊക്കെ ഒരു നല്ല കൂട്ടിലാക്കിയിട്ട് ഇതൊരു ചെറിയൊരു ബോക്സിലാക്കി നിങ്ങൾക്ക് വിൽപ്പന പോലും നടത്താം. കാരണം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റിക്കോളണമെന്നില്ല. അവർക്ക് BLDC മോട്ടോർ ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ BLDC ഡ്രൈവർ ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കാം. ഏതായാലും ബാക്കി ഡീറ്റെയിൽ ഒക്കെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെടുന്നുണ്ട്. ഇനി വിശദമായി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ടോ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരാം. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം.